ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ശറഫാക്കപ്പെട്ട ജനാസ കൊണ്ടുപോയിട്ട് സ്വഹാബത്തെ മറമാടി മടങ്ങി വന്നപ്പോ ഫാത്തിമ ബീവിಗೆ നന്റെ ബാബക്ക് മണ്ണെരിയ കുട്ടിಗೆ എങ്ങനെ മനസ്സ് ಬಂತು സ്വഹാബ അല്ലാഹുവിന്റെ റസൂലുക്ക് മണ്ണെരിയണു എങ്ങനെ മനസ്സ് ಬಂತು സ്വഹാബ അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു മനസ്സ് നട്ടല്ല ഉമ്മ ഫാത്തിമ എരിയാട്ട് നിവൃത്തില്ലല്ലേ ബീവി ഫാത്തിമ ആ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ನಂತರ ചൊമ്മ വർഷൊന്നും കഴിഞ്ഞിട്ടില്ല 20 വർഷം ചില്ലാര ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഫാത്തിമ ബീവി വഫാത്താകുന്നു എന്റെ പ്രസംഗമാണ് ഇപ്പോൾ ഈമാനുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നു അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായ സമയത്തിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മരിക്കുമ്പോൾ ഒരു ബേജാറിൻ എന്തൊരു ബേജാറ് കൊണ്ടുണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അതാ നാമിയത്ത് മരണപ്പെട്ടു പോയെങ്കിൽ നിന്റെ മയ്യത്തിലെ കഫൻ ചെയ്തിട്ട് ഇങ്ങനെ കബറുക ഇങ്ങനെ പുറത്തോട്ട് പോകുമ്പോ മയ്യത്ത് കട്ടിയിൽ ഇണ്ടത്തെ കനക്ക് ഇങ്ങനെ കവറായിട്ടുള്ളതല്ല ഓപ്പൺ മയ്യത്ത് കട്ടിയിലാണ് ബെഞ്ച് പോലെയുള്ളത് ആ കട്ടിയിൽ മയ്യത്തിനെ കിടപ്പാട്ടി പുറത്തോട്ട് പോകുമ്പോ എല്ലാ ആളുമാർക്കും മയ്യത്തിനെ കണ്ട് ഫാത്തിമ ബീവിയുടെ ബേജാറ് സ്വഹാബത്ത് നിന്റെ അങ്ങനെ പുറത്തോട്ട് പോകുമ്പോ നിന്റെ ഈ തടി എല്ലാവർക്കും കാണുമല്ലേ നിന്റെ ഈ തടി കഫൻ ചെയ്യപ്പെട്ടാൽ പിന്നെയാണെങ്കിലും സ്വഹാബത്ത് ആണിക ബാലകാരന്മാർക്ക് നിന്റെ തടി കാണുമല്ലേ ചൊല്ലി ബേജാറാ ഇന്റെ നഗര സഹോദരിമാർക്കുള്ള ബേജാരെന്തിനെ കൊണ്ടുണ്ട് സോഷ്യൽ മീഡിയത്തിലൊക്കെ പല ആൾമാരും കണ്ടതാണ് പരസ്യമായിട്ട് ആണികളെതിരെ ഔരത്ത് തുറന്നിട്ട് ഡാൻസ് ആക്കണം ഇസ്ലാമിൽ പെർമിഷൻ ഇല്ല ചൊല്ലുമ്പോൾ ചില നല്ല വിദ്യാഭ്യാസം കൊണ്ടുകൊണ്ട് സമൂഹം മണകണ്ട എനിക്ക് സഹോദരിമാർ ചൊല്ലൂടെ ഇസ്ലാമിടെ ഒന്ന് അപ്ഡേറ്റ് ആക്കണോ 400 വർഷത്തേക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂല് ചൊല്ലിയ ദീനു ചൊല്ലിയ ഇസ്ലാമിടെ ഒന്ന് പുതുക്കണോ എന്നിട്ടൊന്ന് നല്ല രൂപത്തിൽ ബദലാവനാക്കിയിട്ട് പെണ്ണിക എല്ലാ വിഷയത്തിലും സ്വാതന്ത്ര്യം കൊടുക്കണോ ഇങ്ങനെ ചൊല്ലുടെ പെങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ ഒരേ ഒരു ബേജാർ നിന്റെ കഫൻ ചെയ്തിട്ട് ഇങ്ങനെ പുറത്തോട്ട് പോകും ആണികൾക്ക് നിന്റെ കാണുമല്ലേ ആ സമയത്തിൽ ഫാത്തിമ ബീവിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണിങ്ങ ചൊല്ലോടും നിങ്ങൾ ടെൻഷൻ ആക്കണ്ട ഫാത്തിമ നിങ്ങൾ ടെൻഷൻ ആക്കുക ഒരാളും കാണാതെ നിലക്കുള്ള ഫുള്ളായിട്ട് മറച്ചിട്ടുള്ള ഇഥിയോപ്യയിലുള്ള ദേശത്തെ ഫിലിപ്പാട്ടി ഒരു മയ്യത്ത് കട്ടിയിലുണ്ട് അഥവാ ആളുമാർക്കുള്ള ഒരു മയ്യത്ത് കട്ടിയിലുണ്ട് അതിനെ ഉള്ളുക കിടപ്പാടി കൊടുക്കുമ്പോ 10 ഒരാളും ഞങ്ങളെ കാണാല അങ്ങനത്തെ മയ്യത്ത് കട്ടിയിലെ കൊണ വന്നിട്ട് നിന്റെ മയ്യത്തിനെ കൊണവോ പാട്ട ഫാത്തിമ അത് ചൊല്ലുമ്പോ ഫാത്തിമ ബീവിയുടെ മനസ്സിന് സമാധാനമാണ് അൽഹംദുലില്ലാഹ് നിന്റെ മയ്യത്ത് വേറെ ഒരാളുകൾ അങ്ങനെ കാണുകയില്ലല്ലേ ചൊല്ല സമാധാനമാണ് അത്തരം വലിയ ഈമാന്റെ ഉടമയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അത്തരം പേടിച്ച മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായിട്ട് ചെറിയ ബാലകർത്തിനെ മയ്യത്ത് കുളിപ്പാടി കഫൻ ചെയ്തിട്ട് മാപ്പിള അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കട്ടിയിലെ ഒരു കാല് പിന്നൊരു കാല് നബി തങ്ങളെ പ്രഗൽഭനായ സ്വഹാബി അബൂദറുൽ ഗിഫാരി പിന്നെ രണ്ട് കാല് പിരിക്കുന്ന ജണ്ടാണ് മക ഹസനും ഹുസൈനാ നാലാളും കട്ടിയിലെ 4 ഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അതാ മദീനത്തെ പരിസരത്തിൽ മറമാടുക വേണ്ടി കബറിന്റെ മുട്ട ഈ മയ്യത്തിന് ഇങ്ങനെ വന്നു കബറിന്റെ മുട്ട മയ്യത്ത് കട്ടിയിൽ ലഭിക്കുമ്പോ സ്വഹാബത്തിലെ കൽബ് പൊട്ടിക്കൊണ്ടു അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പൊട്ടിക്കൊണ്ടു അബൂദർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചൊല്ലുന്നു യാ ഖബറോ ഖബറേ ഇത് ലോകത്തെ നേതാവ് അല്ലാഹുവിന്റെ റസൂലിന്റെ മോള് ഫാത്തിമയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഗൽഭനായ ശിഷ്യനായ അലിയാണ് തങ്ങളുടെ ബീവി ഫാത്തിമയാണ് സ്വർഗ്ഗത്തെ ബാലകാരന്മാരെ നേതാക്കന്മാരായ ഹസനും ഹുസൈനും ഉമ്മ ഫാത്തിമയാണ് അതുകൊണ്ട് ഒന്ന് ജാഗ്രത കൊടുക്കബറ ഫാത്തിമ ബീവിയുടെ മയ്യത്തിനെ കബറിന്റെ വായിലട വെച്ചത് ചൊല്ലുമ്പോൾ കബറിന്റെ ഭാഗത്തുള്ള സഡൻ ഒരു സൗണ്ട് കണ്ടു സുബ്ഹാനല്ലാഹ് മാ അന മൗദിഉ ഹസബി വ നസബി